ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ഞാൻ ചെറുപയർ ദോശയാണ്. എല്ലാവരും ചെറുപയർ ദോശ ഉണ്ടാക്കും, പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നു. ഇതിനൊരു ഗ്ലാസ് ചെറുപയർ ഞാൻ എടുത്തത്. എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ ഇതിനൊരു ഗ്ലാസ് ചെറുപയർ ആണെങ്കിൽ ഇതിൻ്റെ അര ഗ്ലാസ് അരി എടുത്താൽ മതി. അരി എടുക്കാതെ വെറും ചെറുപയർ കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം വരും വെറും ചെറുപയറാവുമ്പോൾ. അത് കാരണം ചെറുപയർ, പിന്നെ ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, ഒരു 1 സ്പൂൺ ജീരകം, ഒരു കറിവേപ്പിലേൻ്റെ കുറച്ച് ലേശം കറിവേപ്പില, പിന്നെ നാളികേരം തേങ്ങ ചിരകിയത്, അത്രയും സാധനങ്ങൾ മതി. അതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഹെൽത്തിയാണ്, കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ രാവിലെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അപ്പോൾ ഇതിന് ഞാൻ ഒരു അളവ് ഗ്ലാസ് എടുത്തതാണ്. കൂടുതൽ ചെറുപയറാണ് എടുക്കുക, അരി കുറച്ചാണ് എടുക്കുന്നത്. ചിലർ അരി വെറും ചെറുപയറും പച്ചമുളകും ഇഞ്ചി ജീരകം അങ്ങനെ അരക്കും. ഇത് ഞാൻ കുറച്ച് അരി ചേർത്തത് എന്താ വെച്ചാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, നല്ല രുചി ഉണ്ടാവും കുറച്ചുകൂടി. അപ്പോൾ എങ്ങനെയാണ് ഒരു വെറൈറ്റി ചെറുപയർ ദോശയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ദോശത്താവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കണം. ഞാൻ ദോശമാവ് നേരത്തെ അരച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഇതിനൊരു ഗ്രീൻ കളറല്ല, ഒരുതരം വേറെ കളറാണ് വരും. ചെറുപയറിൻ്റെ കളറ് ലേശം വരും ഇതിന്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നന്നായി ചൂടായിട്ടാണ്, ചൂടായിട്ടുണ്ട്. വേവട്ടെ. കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്നുമില്ലെങ്കിലപ്പോൾ നല്ലെണ്ണ ഒഴിക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടി രുചി ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ ഉണ്ടാക്കല്, ഞാൻ വിധങ്ങളൊക്കെ കാണും, ക്ഷമിക്കുക എല്ലാവരും. ഏകദേശം വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മൊരിയട്ടെ. ചുവന്ന സവാളയും മുളക് പൊടി ഉപ്പും കൂടി അരച്ച് വെച്ചതാണത്. ഞാൻ കുറച്ച് അരച്ചിട്ടുള്ളൂ, കാരണം അധികം വേണ്ട എനിക്കത് കാരണം. ഇനി അത് ഇതിൻ്റെ മീതെ ഞാൻ സ്പ്രെഡ് ചെയ്യാണ്. അപ്പം നമുക്ക് ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലോ. ഇതിങ്ങനെ ചെയ്തിട്ട് പിന്നെ തിരിച്ചിടരുത്. അത് കഴിഞ്ഞൊരു ലെമൺ വേണം, ശേഷം ലെമൺ ജ്യൂസ് ഇതിൻ്റെ മീതെ ഞാൻ ഒഴിക്കുകയാണ്. അധികം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിക്കുള്ളൂ. പുളി ഇഷ്ടമാണെങ്കിൽ മതി. ഒന്നും ഉണ്ടാക്കാം. രണ്ടെണ്ണം ഞാൻ കഴിക്കില്ല, 6 ഉണ്ടാക്കുന്നത്. ചട്ടി കുറച്ച് കൂടുതൽ ചൂടായിട്ടുള്ളൂ. കുറച്ച് നെയ്യ് ഒഴിക്കാം. സവാളയും ചുവന്നുമുളകും ഉപ്പും ലേശം ഉപ്പും കൂടി അരച്ചതാണ്. മിക്സിയിൽ വെച്ചതാണ്. കുറച്ച് അരച്ചിട്ട് നല്ലോണം ഉണ്ടെങ്കിൽ അരിയിട്ടത് കുറച്ചേ ഉള്ളൂ, കാരണം ഫുള്ളായിട്ട് അറിഞ്ഞിട്ടില്ല. മീൻ്റെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഞങ്ങൾ അടച്ചു വെച്ചാൽ നിങ്ങൾ വേഗം വേവും, അടച്ചു വെച്ചിട്ടില്ല. ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്നതാണ്, വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.